ഡാനി, കോടനാട് ചികിത്സയിലിരിക്കെ കാട്ടാന ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ? ശ്രീജ, ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പൂർത്തിയായത്. കാട്ടുകൊമ്പന് ജഡം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്, നേരത്തെ പറഞ്ഞിരുന്നത് തലച്ചോറിന് അണുബാധ ഏറ്റിട്ടില്ല എന്ന രീതിയിൽ തന്നെ, ആ ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് തെറ്റാണ്. തലച്ചോറിന് അണുബാധ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. പക്ഷേ മരണകാരണം അതല്ല, പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. വലിയ രീതിയിലുള്ള മുറിവാണ് ആനയ്ക്ക് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ ആ ഒരു ദിനചര്യ ഭക്ഷണം എടുക്കുന്നത് അടക്കമുള്ള അതിൻ്റെ ഒരു ആരോഗ്യത്തെ എല്ലാം തന്നെ ബാധിച്ചിരുന്നു. വലിയ ക്ഷീണം അതിന് ഉണ്ടായിരുന്നു. കാര്യമായ രീതിയിലുള്ളൊരു മുറിവാണ് അതിന് പറ്റിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിക്കുന്നത്. ആ മുറിവ് പറ്റാനിടയായ സാഹചര്യം അത് മറ്റൊരു ആനയുടെ തന്നെ കുത്തേറ്റിട്ടാണ് ആ മുറിവ് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി അതിൽ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ തന്നെയും അത്തരം കാര്യങ്ങളിൽ മുറിവ് ഈ രീതിയിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞത് ഇതിന് കുറച്ചുകൂടി ഒരു ആധികാരികത വന്നിരിക്കുന്നു എന്നതാണ്. കാരണം ഇതിൽ നാട്ടുകാർക്കടക്കം ചില സംശയങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. കാരണം ഇതിൽ ലോഹ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു, എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാർ ഇത് പറയുന്നത്, ഇതിൽ ഈ പ്രദേശത്ത് ആന വേട്ടയാട് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ കാട്ടുപന്നികളെ, അതോടൊപ്പം തന്നെ കാട്ടുപോത്തിനെ, ഇതെല്ലാം വേട്ടയാടുന്ന സംഘങ്ങൾ ഈ മേഖലയിൽ വളരെ സജീവമാണ്. വളരെ അപ്രതീക്ഷിതമായി ഒരു ആന മുന്നിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ വീര്യം കുറഞ്ഞ കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിറയൊഴിച്ചതാവാം ഈ രീതിയിലുള്ളൊരു മുറിപ്പാടുണ്ടായതെന്ന് സംശയമെല്ലാം പ്രദേശവാസികൾ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് ഒരു അടിസ്ഥാനമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ആ മുറിവിൻ്റെ സ്വഭാവം ആ രീതിയിലുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും മറ്റൊരു ആക്ഷേപം കൂടി വരുന്നത്, ഇത് ആദ്യഘട്ടത്തിൽ ആനയ്ക്ക് മരുന്ന് നൽകി വിട്ടയച്ച സമയത്ത് അന്ന് ഈ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുറെ കൂടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു. വനം വകുപ്പ് അത്തരം രീതിയിലുള്ളൊരു കരുതലിലേക്ക് പോയിരുന്നില്ല എന്നൊരു വിമർശനവും വരുന്നുണ്ട്. എന്തായാലും വളരെ ദുഷ്കരമായൊരു ദൗത്യത്തിനൊടുവിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് കൊണ്ടുവരാൻ സാധിച്ചു. ചികിത്സ തുടരുന്നതിനിടെയാണ് വളരെ അപ്രതീക്ഷിതമായി അത് ചെരിയുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം പ്രോട്ടോകോൾ പ്രകാരം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഹൃദയസ്തംഭനം തന്നെയാണ് മരണകാരണം എന്നാണ്. ഒപ്പം അതിൻ്റെ പഴുപ്പ് തലച്ചോറിലേക്ക് നീങ്ങിയിരുന്നു, അണുബാധയുണ്ട് എന്നത് കൂടി സ്ഥിരീകരിക്കുന്നു. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മുറിവിന് 1.5 അടി ആഴം, അത്രയേറെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു ഈ പരിക്കേറ്റ കൊമ്പനുണ്ടായിരുന്നത്. അതിൽ പുഴുവരിച്ചിരുന്നു, തുമ്പിക്കൈയിലേക്ക് അതിൻ്റെ അണുബാധ വ്യാപിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഡോക്ടർമാർ ചികിത്സ നൽകി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷ വളരെ കുറവായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കൃത്യമായൊരു ചികിത്സ നൽകുക എന്നതായിരുന്നു വനംവകുപ്പ് മെഡിക്കൽ സംഘത്തിന് മുന്നിലുള്ള ദൗത്യം. അവർ അതിന് ശ്രമിച്ചെങ്കിലും ഇന്നലെ വളരെ പെട്ടെന്നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ കൊമ്പൻ ചെരിഞ്ഞത്. എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചത് ഇത്രയേറെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊക്കെ ഒടുവിൽ അതിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ഇന്നലെ കാട്ടാനയുടെ അന്ത്യം സംഭവിച്ചത്.